ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോഹോളിക് 390. ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡേഴ്സുകളുടെ ഹെവനായിട്ടുള്ള വാൽപ്പാറയിലോട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര. നമ്മൾ ആനേനെ സ്പോട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഞാൻ പലപ്പോഴായിട്ട് ഈ ഒരു ഭാഗത്ത് ആനകളെ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വെറുതെ ഒന്ന് നിർത്തി നോക്കി നോക്കാം. അങ്ങനെ ഇറങ്ങാനും ഒന്നും പാടില്ല. ഈ ഒരു സ്പോട്ടിൽ എപ്പോഴും ആന ഉണ്ടാവാറുണ്ട് ഗൈസ്. ഇപ്പോൾ കാണാനില്ല, പക്ഷേ ഇവിടെ നിർത്തിയിടാനോ അധികം നേരം നിൽക്കാനോ പാടില്ല എന്നാണ് നമ്മുടെ അടുത്ത് ആട് പറഞ്ഞത്. എന്തായാലും വൈൽഡ് അനിമൽസ് ഉണ്ടാവില്ല, സോ കെയർഫുൾ ആയിട്ട് പോകും. പിന്നെ അധികം നേരം വണ്ടി നിർത്തിയിട്ട് റോഡിൽ സ്പെൻഡ് ചെയ്യണ്ടെന്നൊക്കെ ആൾ പറഞ്ഞു. ഒരു അടിപൊളി ഓഫീസറായിരുന്നു കേട്ടോ പുള്ളിക്കാരൻ. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെ. ചുമ്മാ ഈ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. എലിഫൻ്റ് മുമ്പിൽ വന്ന് വിട്ട് കഴിഞ്ഞാൽ പാനിക്കാവും. അപ്പോൾ വണ്ടി നമ്മൾ വിചാരിച്ച പോലെ ഓടിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പുള്ളിക്കാരൻ. നല്ലൊരു ഓഫീസറാണ് ആള്. ആന ഉണ്ടാവണം എന്നുള്ളൊരു സാധനമുണ്ട്. സെയിം ടൈം ആന ഉണ്ടായി കഴിഞ്ഞാൽ വരാൻ പോണ പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള നല്ല പേടിയുണ്ട് ഗൈസ്. എന്ത് ചെയ്യാ ഈ ഏരിയ ഒക്കെ ക്ഷീണാണ് മക്കളെ. ഈ ഏരിയയിലൊക്കെ അവന്മാരുണ്ട്. സംഭവം നമ്മൾ ഈ സമയത്ത് വന്നത് ഇവരെ കാണാൻ വേണ്ടി തന്നെയാണെങ്കിലും നമ്മൾ നമ്മുടെ ഒരു സേഫ്റ്റി നോക്കണ്ടേ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ ഞാൻ എന്ന് വന്നാലും എനിക്ക് ഓരോ പണി കിട്ടും ഗൈസ്. പണ്ട് മുതലേട്ടാ അങ്ങനെയാട്ടോ, പണ്ട് മുതലേ ഇതേപോലെ. പണ്ട് ഞങ്ങളെ കസിൻസും ഫ്രണ്ട്സൊക്കെ ആയിട്ടൊരു ടീം ഇതുപോലെ ഒരു സ്വിഫ്റ്റ് ഡിസയറിൽ ഇങ്ങോട്ട് വന്നതാ. ഇങ്ങോട്ട് വന്നിട്ട് ഇതുപോലെ ഞങ്ങൾ കുറച്ച് പോർഷൻ കൂടെ കവർ ചെയ്ത് പോയിക്കണു. എന്നിട്ട് ഇതുപോലെ ആനേന കണ്ടു പണ്ടാറടങ്ങാനായിട്ട്. ആനേന കണ്ടിട്ട് ആ വെപ്രാടത്തിൽ നമ്മൾ വണ്ടി, ഈ റോഡിൻ്റെ സൈസ് കണ്ടില്ലേ നിങ്ങൾ, ഇത്രേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ നിൽക്കണു, ഫ്രണ്ട് വെച്ചു ബാക്ക് വെച്ചു അങ്ങനെ അങ്ങോട്ട് തിരിച്ചെടുത്തിട്ട് പെട്ടച്ചു. അപ്പോൾ ഈ ആന നമ്മുടെ അടുത്തേക്ക് എത്താറായി. അപ്പോൾ ഫുൾ ത്രോട്ട് കൊടുത്ത് ഇങ്ങനെ പെട്ടച്ച് കർവ് എടുത്ത് ഇങ്ങനെ വരിക. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ഒരു വണ്ടി, അതും എന്താ പറയുക, റോഡ് നിറഞ്ഞൊരു വണ്ടി. അത് ഏതാണെന്ന് വണ്ടി എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞങ്ങളുടെ വണ്ടി സ്വിഫ്റ്റ് ഡിസയർ. അങ്ങനെ എന്താ പറയുക, ഫുൾ ത്രോട്ടിൽ വരുന്ന വണ്ടിയല്ലേ. അതായത് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക, കയറ്റം കയറിയിട്ട് ഫുൾ ത്രോട്ടിൽ നമ്മുടെ വണ്ടി വരണേ. ഓപ്പോസിറ്റ് വണ്ടിയും കയറ്റം കയറിയിട്ട് നോർമൽ സ്പീഡിൽ വരുന്നു. ഇതിൻ്റെ രണ്ട് വണ്ടിയും കണ്ടുമുട്ടുന്നത് ഈ രണ്ട് കയറ്റത്തിൻ്റെ പോയിന്റ് ഉണ്ടല്ലോ ടോപ്പിലൊരു എന്താ പറയുക, ഒരു രണ്ട് കൈ നമ്മൾ നിർത്തി വെച്ചാൽ ആ ഡിസ്റ്റൻസിലാണ് നമ്മുടെ രണ്ട് വണ്ടി കണ്ണിൽ കാണുന്നത്. ഈ ഷോ അപ്പം തന്നെ ചവിട്ടി, പക്ഷെ ഒരു രക്ഷയുണ്ടായില്ല. പോയി അങ്ങനെ ഇടിച്ച് അങ്ങോട്ട് കയറ്റി കൊടുത്തു. നല്ല പണിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾക്ക് മനുഷ്യന്മാർക്ക് നമുക്ക് ആൾക്കാർക്കും പരിക്കൊന്നുമില്ല, പക്ഷെ വണ്ടിക്ക് നല്ല പരിക്ക് കിട്ടി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് അതൊരു പ്രശ്നം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ടൈമിൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ബൈക്ക് ട്രിപ്പാണ്. അത് ഞങ്ങൾ നേരെ പൊള്ളാച്ചി പോയി. പൊള്ളാച്ചിയിൽ നിന്ന് വാൽപ്പാറ വഴി അതിരപ്പള്ളി ചാലക്കുടിയാണ് പ്ലാൻ. അങ്ങനെ നമ്മുടെ ഒപ്പം ഏകദേശം ഒരു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 7 ബൈക്ക് നമ്മുടെ ഒപ്പം ഉണ്ട്. ലോട്ട് പിള്ളേരുണ്ട് നമ്മുടെ ഒപ്പം, നാട്ടിലത്തെ പിള്ളേരും എല്ലാവരും കൂടിയാണ് നമ്മൾ പോണേ. അങ്ങനെ അത് പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഇതുപോലെ ഞങ്ങളിൽ ഒരു മറ്റേ നമ്മുടെ ക്ലാസിക് 350 ഉണ്ടായി. ഫുള്ളി മോഡിഫൈഡ് ഒരു വണ്ടി, കുറേ ഫോഗ് ലാമ്പും അതും ഇതും അല്ലോയും ഒക്കെ ചെയ്തൊരു വണ്ടി ഉണ്ടായി കൂട്ടുകാരൻ്റെ. അങ്ങനെ ആ വണ്ടി പകുതിക്ക് വെച്ച്, അതായത് നമ്മൾ വാൽപ്പാറയിൽ നിന്ന് വിട്ടു എന്നാൽ നടുക്കാട്ടിൽ വെച്ചിട്ട് നമ്മൾ പെട്ടു. അതായത് ആ ബുള്ളറ്റിൻ്റെ ആമ്പ് എന്തോ ഒരു ഇലക്ട്രിക് ഫെയിലിയർ എന്തോ സീനാണ്. എന്തോ ആമ്പ് എന്തോ കറക്റ്റ് ആവാഞ്ഞിട്ടൊക്കെ വണ്ടി ജന്മണ്ടെങ്കിൽ സ്റ്റാർട്ടാവില്ല കൈസ്. പെട്ടില്ലേ. അതാണെങ്കിൽ ഞങ്ങൾ അവിടുന്ന് നാട്ടിൽ നിന്ന് പൊള്ളാച്ചി പോയിട്ട് പൊള്ളാച്ചി നീ വഴി പാസ്സാവണതുകൊണ്ടേ ഞങ്ങൾ ഏകദേശം വാൽപ്പാറ വിട്ടിട്ട്
വാൽപ്പാറ കാടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ, വാൽപ്പാറ ടൗണിൽ നിന്ന് വിട്ടിട്ട് കാടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഏകദേശം സമയം എങ്ങനെ പോയാലും ഒരു 4 മണി 4:30 അയക്കണം. പിന്നെ ഈ വണ്ടി നമ്മൾ നടുക്കാട്ടിൽ വെച്ച് പെട്ടു, നാശായി. അത് ലോക്ക് എന്നൊക്കെ പറഞ്ഞ ഗൈസ്, പട്ടി ലോക്ക്. പിന്നെ എന്ത് ഭാഗ്യത്തിന് നമ്മൾ കുറേ കാല് വെച്ച് ചവിട്ടി. പിന്നെ കയറ്റൊക്കെ വരില്ലേ, രക്ഷയില്ല. കുറേ കാല് വെച്ച് ചവിട്ടി. പിന്നെ നമ്മൾ ഒരു 10-12 പേരുണ്ടല്ലോ, എല്ലാവരും കുളിക്കാനായിട്ട് തോർത്തുകൊണ്ട കൈ പിടിച്ചിട്ടുണ്ടായി. ഈ തോർത്തുകൊണ്ട് എല്ലാം കൂടി ഞങ്ങൾ അങ്ങോട്ട് കൂട്ടി കെട്ടി. പിന്നെ കെട്ടി വലിക്കലായി, ചവിട്ടി തള്ളലായി. അങ്ങനെയൊക്കെ ഒരു 7:30 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ അതിരപ്പള്ളി വണ്ടി എത്തിച്ചു. അത് ചെക്ക് പോസ്റ്റിലൊക്കെ സീനായിട്ടാ. സീനാവാ മീൻസ് നിങ്ങളന്ന് ഇത്രയും ലാഗായി, ഫൈൻ അടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ സീനാണെന്ന്. നമ്മൾ സിറ്റുവേഷൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. സാറേ നമ്മുടെ കുറ്റല്ല, നമ്മൾ അവിടുന്ന് ആ സമയത്ത് പാസ്സായി, നടുക്കാട്ടിൽ നമ്മളെ വണ്ടി പെട്ടു. അങ്ങനെ ഞങ്ങൾ ലോക്കായി പോയതാണ്. പിന്നെ നല്ലൊരു സാറുമാരായതുകൊണ്ട് വലിയ സീനൊന്നും ആക്കിയില്ല. നിങ്ങൾ സൂക്ഷിച്ച കാര്യങ്ങൾ എന്താ വേണ്ടി ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കി. അതുകൊണ്ടൊരു നല്ല കാര്യം. അല്ലെങ്കിൽ പണി കിട്ടിയേനെ, ഫോറസ്റ്റിൻ്റെ കേസ് കിട്ടിയാൽ നമുക്ക്. അങ്ങനെ അപ്പം അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. എനിക്ക് ഈ റൂട്ടിൽ എന്ന് കയറിയാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ എന്നിട്ട് പിന്നെ അതിരപ്പള്ളിയിൽ നിന്ന് ഒരു മെക്കാനിക്കൽ ചേട്ടൻ വന്ന് എന്തോ ഫ്യൂസൊക്കെ അടിച്ചു പോയാൽ തോന്നുന്നുണ്ട്. ഫ്യൂസൊക്കെ റെഡിയാക്കി തന്നു. പിന്നെ വണ്ടി സ്റ്റാർട്ടായി. പിന്നെ ഞങ്ങൾ എന്നിട്ട് നാട്ടിൽ പോയി. ഇത് മാത്രമൊന്നല്ല കേട്ടോ, ഇതല്ലാണ്ട് ഞങ്ങൾ ഇതുപോലെ KTM ബൈക്സ് ഓൺലി ആയിട്ട് വന്നിട്ട് കിട്ടിയിട്ടുണ്ട് പണി. അതേപോലെ വണ്ടി എന്തോ സ്റ്റാർട്ടാവാണ്ടേ, അതുപോലെ ബാറ്ററി അടിച്ചു പോയി. എന്തൊരു സംഭവം. ബാറ്ററി അല്ല, കോയില് ബാറ്ററിക്ക് ചാർജ് കയറുന്ന കോയിലില്ലേ, എന്തൊരു കോയിലെന്ന് പറയും, മെഗ്നീഷ്യൻ കോയിൽ, എന്തൊരു കോയിലെന്ന് പറയാനേ. ഈ സാധനം അടിച്ച പോയി. വണ്ടി ജന്മണ്ടെങ്കിൽ, അതായത് സ്റ്റാർട്ടായാൽ ഓടും, പക്ഷെ വണ്ടിക്ക് ചാർജ് കയറില്ല. അങ്ങനത്തെ ഒരു സ്കീം. അങ്ങനെ കുറേ പെടല് പോയിട്ടുണ്ട് കഴിച്ച് ഈ റൂട്ടിൽ. അയ്യോ, അങ്ങനെയൊക്കെയാണ് കഥകൾ. ഇപ്പം എൻ്റെ ഇങ്ങനത്തെ പെട്ട കഥകൾ പോയിട്ട് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ചടപ്പിക്കണില്ല. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലോട്ട് കിടക്കാം. മോനെ ഫ്രഷ് പിണ്ടു. കുറച്ച് നേരമായിട്ടുള്ളൂ കേട്ടോ, ആ പിണ്ട വീണിട്ടെ കുറച്ച് നേരമായിട്ടുള്ളൂ. ബി കെയർഫുൾ ഗൈസ്. ആ കിടക്കണം പിണ്ടം വീണിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. തൃശ്ശൂരുകാരെ ഞങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഗൈസ്. തഞ്ചം പിന്നെ അതേപോലെ ചൂര്, ആന ഉണ്ടെന്നുണ്ട് വെച്ചെങ്കിൽ ആനച്ചൂരുണ്ട്. അത് ആനന് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ ആനയുമായിട്ട് ഇടപഴകുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അതർവൈസ് തൃശ്ശൂരിലുള്ളവന്മാർക്ക് അറിയാൻ പറ്റും. ഓക്കെ, ആനച്ചൂര് എന്ന് പറയും. അത് നമുക്ക് അടിക്കും. അത് മനസ്സിലാക്കാൻ അറിയണം. ആ മണം ആനയുടെ മണമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അറിയണം. ആനച്ചൂര് ഹൈവേ റോഡ് കൊള്ളാലോ, എനിക്ക് ഇഷ്ടമായില്ലോ റോഡ്. മുക്കമ്പുഴ പട്ടികവർഗ സങ്കേതം, അതിരപ്പള്ളി ഗ്രാമം. ട്രൈബൽ സെറ്റിൽമെന്റാ. പിണ്ടേഷ് ഫ്രഷ് ഇട്ടോ. മൂത്രമൊഴിച്ചതിന്റെ വെള്ളം പോലും പറ്റിയിട്ടില്ല. പിണ്ടേഷ്. നമ്മളൊരു സ്പോട്ടിലൂടെ നിർത്തിയിട്ടുണ്ട് ഗൈസ്. വരുന്ന വഴിക്ക് ഫുള്ള് ആനപ്പിണ്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഫ്രഷ് സാധനങ്ങൾ കിടക്കണേ. പക്ഷെ ആനനെ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇനി പോണ വഴിക്ക് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഒരു KSRTC പാസ്സായി, 2 കാറ് ഫ്രണ്ടിൽ പാസ്സായി. അപ്പം എന്താ അവസ്ഥ ഒന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമുക്ക് തൽക്കാലം ഈ ഒരു സ്പോട്ടിലൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. ലെറ്റ്സ് ഗോ.
അതൊരു തോണിക്കാല ആന പറഞ്ഞപ്പോ നിങ്ങളത് ചാടി അടി ഓടിക്കറി വണ്ടി എടുത്തിട്ടാ. എവിടുന്ന് വരുന്നതെന്ന് അറിയില്ല, എന്തായാലും നോക്കട്ടെ. ഞങ്ങളിവിടെ നിന്നപ്പോളേ അപ്പൊ അവിടുന്ന് വഞ്ചിയിൽ പറഞ്ഞ ചേട്ടനെ പറഞ്ഞു ഇവിടെ ഒരു ആനൊക്കെ ഉണ്ട്, നിങ്ങൾ ഇവിടുന്ന് മാറിക്കാൻ പറഞ്ഞു. ഞങ്ങളിത് അവിടുന്ന് ഓടിക്കേറി വണ്ടി എടുത്താണ് കഴിച്ച്. എവിടുന്നോ കേറി വരുന്നെന്നാണ് പറഞ്ഞത്. ചോദിച്ചോക്കാം. ഇറങ്ങണ്ട. ഇല്ല, ആനെങ്കിലും കയറിപ്പോയിണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അവിടെ ഒരു ചേട്ടൻ ഉണ്ട്, പുള്ളിക്കാരൻ പറഞ്ഞത്. എന്തായാലും നോക്കാം. അവിടുന്ന് എന്തായാലും ജീവനും കൊണ്ട് ഓടി ഞങ്ങള്. പുള്ളിക്കാരൻ പെട്ടെന്ന് വിളിച്ച് ഓടിയിട്ട് പറയണം, മക്കളെ ഓടിക്കോ ആന കയറി വരില്ലേ നോക്കെ. കിളിയെ പോയില്ലേ, ജെറ്റിട്ട് ഓടുന്നു ഓടി. എൻ്റെ പൊന്നെ, ഇവിടെ എവിടേക്കോ കയറിപ്പോയെന്നാണ് പറയണേ. ലാസ്റ്റ് തേടിയ വെള്ളി കാലിൽ ചുറ്റോ. പിന്നെ പുള്ളിക്കാരൻ ചുമ്മാ നമ്മൾ പേടിപ്പിച്ചാവോ. എന്തൊക്കെ സംശയങ്ങളല്ലേ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ മനുഷ്യരുടെ മനസ്സിൽ വരണേ. എന്തായാലും ഇങ്ങോട്ട് കയറി പോയിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ആനയൊന്നും കാണാനില്ല. എന്തായാലും നമുക്ക് വിട്ടുകളയാം, ഇവിടുന്ന് വിട്ടുപിടിക്കാം. ചില ഹിൽ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, കോട കിട്ടിയില്ല എന്ന്. അവസാനം കോട മേത്ത് വലിച്ചിട്ടാ പോവാണ്ടാവും. അപ്പം നമ്മള് തണുത്ത് പണ്ടാറടങ്ങും. പിണ്ടം കുറെ എടുക്കണ്ട ഫ്രഷ്. ഇതൊക്കെ ഫ്രഷ് പിണ്ടാ പിണ്ടേ. പിന്നെ ഈ സൈഡിലാണ് പുല്ലിനെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും കുറേ പേർക്കല്ല, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഇതാണ് ഈറ്റപ്പുല്ല്. ഈറ്റപ്പുല്ല്, ഈറ്റമരം എന്നൊക്കെ പറയും. ഈ സാധനം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആനകൾ വരുന്നത്. ആനകൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ് ഈ ഈറ്റ എന്ന് പറഞ്ഞാൽ. ഈറ്റയുടെ ഇല, ഈറ്റയുടെ മറ്റേ കമ്പുകളൊക്കെ ഇല്ലേ, ഭയങ്കര ഫേവറാണ് ആനയ്ക്ക്. ഓക്കെ, അതാണ് ഈറ്റമരം. ആമക്കുറുമ്പനെന്ന് ഈ പാറയൊക്കെ നോക്കിയേ, ഏതാ മൂടില്ലേ. വീണ്ടും ഫ്രഷ് അഗൈൻ, ഫ്രഷ് പിണ്ടേഷ് മാത്രമേ ഉള്ളൂ. പിണ്ടം പ്രൊഡക്ഷൻ നടത്തണ ആനയെ കാണാനില്ല. ഈ ആനയ്ക്ക് എന്തോ ലൂസ് മോഷൻ ആവുന്നുണ്ട്. വരുന്ന വഴി മൊത്തം ഇട്ടുണ്ട്. നമ്മളിത് പോയി മറ്റേ ആ പൈപ്പ് ലൈനുള്ളൊരു ഭാഗം ഉണ്ടല്ലോ, അവിടേക്ക് എത്താറായിട്ട് കേട്ടോ. ഇവിടെ കിഡ്ലം വ്യൂ ആയിരിക്കും ഗൈസ്. അയ്യോ അതെ, സൺറൈസ്. വാവ്, ഏതാ വ്യൂ നോക്കിയേ. മുടേഷ് ഇവിടെ നിർത്താം. എൻ്റെ മോനെ, തട്ടായിട്ട് ഇങ്ങനെ മലകൾ ഇടാ. അതിങ്ങനെ വേറെ സെക്ഷൻ ആയിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിലൊക്കെ വഴികൾ ഇങ്ങനെ പോകണ്ടെന്ന് തോന്നുന്നു. അതാണ് ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യണേ. ഏതാ മൂടില്ലേ, കൊള്ളിമൂട് അമ്പാടി. ആനേനൊന്നും കണ്ടില്ല ഗൈസ്, ആനേനൊന്നും കാണാനും പറ്റില്ല. ഇവ കോർണറിങ് വിത്ത് ഹിമാലയൻ. ഈ ഭാഗമൊക്കെ ടാർ ചെയ്തുട്ടാ. ഈ ഭാഗമൊക്കെ വളരെ മോശമായിട്ട് എടുക്കുകയായിരുന്നു. ഈ ഭാഗമൊക്കെ ടാർ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ കിടിലൻ വ്യൂ കേട്ടോ. കുറച്ചും കൂടെ ഹൈറ്റിലോട്ട് എത്തി നമ്മൾ. അപ്പോൾ ഒന്നും കൂടെ വ്യൂ രസമായി.
പിന്നെ മൊത്തത്തിൽ കാണുമ്പോൾ ഒരു പച്ചപ്പ് കുറവാകും. മറ്റേ ഉണങ്ങി കിടക്കുന്ന കളറുണ്ടല്ലോ, നമ്മുടെ ഈ ഇലകൾ ഉണങ്ങിയായിട്ടുള്ള കളറില്ലേ, അതാണ് ഗൈസ് കൂടുതൽ. പച്ചപ്പ് വളരെ കുറവാണ്. പിന്നെ അതങ്ങനെയല്ലേ വരുള്ളൂ, ഈ മന്ത് അങ്ങനെയാണല്ലോ. സൺറൈസ് സൺറൈസ് ഒക്കെ ഗോപ്രോയിൽ എന്ത് കിട്ടാനാണല്ലേ. എന്തായാലും റോഡൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. റോഡൊക്കെ നല്ല രസമായിട്ട് ടാർ ചെയ്ത് എഡ്ജൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്ത് വലിയ സീനില്ല. ഇനിയിപ്പോൾ ചെറു വണ്ടികൾക്ക് എഡ്ജ് ഇറങ്ങി കൊടുക്കാനായാലും വലിയ ചൊറ വരില്ല. ക്ലിയർ ചെയ്ത് വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് റോഡൊക്കെ. ഇടാം റോഡിൻ്റെ ചടപ്പുണ്ടാവില്ല ഇനി. അത് എത്ര കാലത്തേക്കെന്നില്ല, കുറച്ച് കാലത്തേക്ക്. അത് കഴിഞ്ഞ് വീണ്ടും പണ്ടത്തെ ചങ്ങരൻ തെങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞു പോവും, ഉറപ്പല്ലേ. പാറമ്മിലൊക്കെ ഇങ്ങനെ ഈ കളർ വന്നപ്പോൾ ഈ ഷെയ്ഡ് വന്നപ്പോൾ രസമായില്ലേ. ഈ പുല്ലുകൾ ഉണങ്ങിയിട്ടുള്ള ഒരു ഷെയ്ഡ് ഇങ്ങനെ നിറച്ച് നിൽക്കുന്ന കാണുമ്പോഴേ ഭയങ്കര ഒരു രസമുണ്ട് കേട്ടോ കാണാൻ, അല്ലേ. മകനെ താഴത്തൊക്കെ നോക്കി ഫുള്ള് ഉണങ്ങിയ മരങ്ങൾ. മഴക്കാലത്ത് വന്നാൽ ഇത് മൊത്തം പച്ചപ്പായിരിക്കും. അയ്യോ, അപ്പോൾ വേറെ തന്നെ മൂടായിരിക്കും. ഇപ്പം അത്ര മൂടില്ല, എന്നാലും ഓക്കെയാണ് ഗൈസ്. അയ്യോ ഭയങ്കര ഡെപ്തായിട്ടുള്ള കുഴിയാണല്ലോ. അയ്യോ ഏത രസം, സോമരസം. ഏത മൂട്, പൊളി മൂട്. ഇതാണ് തോന്നുന്നു. ഇതന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ പൈപ്പ് ലൈൻ ഉണ്ടോ, ബെഡ സാധനല്ലേ. നമുക്ക് വണ്ടി ഒന്ന് കയറ്റി വയ്ക്കാം, എന്നിട്ട് കാണിച്ചു തരാം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വാൾ ഹൗസ് സോളാർ പവർ ഹൗസ്. ഓക്കെ, ഈ സാധനം ഇതാണുണ്ടാ. വെള്ളം പോണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട് കണ്ടാ. അപ്പൊ ഇവിടുത്തെ വെള്ളം കറണ്ട് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം പുറത്തു വിടുന്ന വെള്ളമാണ് ഗൈസ് ഈ പൈപ്പ് വഴി. സോറി, അങ്ങനെയല്ല, അവിടെ ആയിരിക്കും മറ്റേ ടർബ് ലൈൻ എന്താ പറയുന്നത്, ഒരു സാധനം ഉണ്ടല്ലോ കറങ്ങണത്. ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് വന്ന് ടർബ് ലൈൻ എന്താ പറയും മറ്റേ സാധനം കറങ്ങണത്. ഐ തിങ്ക് സോ അവിടെ ആയിരിക്കും. ഇപ്പം ഇത്രയും ഫോഴ്സിൽ വെള്ളം അങ്ങോട്ട് ചെല്ലുമല്ലോ. അപ്പോൾ ഫോഴ്സിൽ ടർബ് ലൈൻ കറങ്ങി അതിൽ നിന്ന് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ബാക്കി വെള്ളം നേരെ തന്നെ അങ്ങോട്ട് ഒഴുക്കി വിടണം. കണ്ടോ, അതായിരിക്കും പരിപാടി. മകനേ വാ. ഇതേപോലത്തെ ഒരു സാധനം മറ്റേ റോഡിലുണ്ട്. ഏത്, നമ്മുടെ മൂന്നാറിൽ നിന്ന് തേനി കൂലി, കമ്പം തേനി, ആ റോഡിലുണ്ട്. മൂന്നാറിൽ നിന്ന് തന്നെയല്ലേ, ആ മൂന്നാറിൽ നിന്ന്. മകനേ വാ. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഗൈസ്. പവർ ഹൗസ്. നമ്മൾ മാത്രമായി കഴിച്ച് ഈ റോഡിൽ, വേറെ ആരുമില്ല ഇപ്പം. നമ്മുടെ 2 വണ്ടികൾ മാത്രം, ഹിമാലയനും എക്സ്പൾസും മട്ടും. വേറെ എന്ത് വണ്ടിയും ഇങ്ങനെയുള്ള
ഈ വഴി ഞാൻ പണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഏതൊരു ട്രൈബൽ സെറ്റിൽമെന്റ് ഏരിയയിലേക്ക് പോണ വഴിയായിരിക്കും അത്. കാരണം നമുക്ക് അങ്ങനെ കയറി പോകാനും പാടില്ല, കേസ് കിട്ടും. കാരണം ഞാൻ പണ്ടും ആ വഴി ഞാൻ കയറി പോയിട്ടില്ല, കണ്ടിട്ടുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആഗ്രഹമുണ്ട്. ഏത് അങ്ങനെയൊക്കെ പോയി നോക്കണം എന്തായിരിക്കും അവിടെ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതുണ്ട്. പക്ഷേ കയറിക്കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ നല്ല പണി വരും. അതുകൊണ്ട് പിന്നെ എന്തിനാ വെറുതെ അറിഞ്ഞുകൊണ്ടൊരു വള്ളി എടുത്ത് ആകാശത്തു കൂടെ പോണ ഏണി എടുത്ത് നമ്മൾ ആകാശത്തു കൂടെ പോണ വള്ളി നമ്മൾ ഏണി കയറി പിടിക്കുക, തോട്ടിട്ട് പൊട്ടിക്കാൻ വേണ്ടി കേട്ടിട്ടില്ലേ? ആ ലൈനാവും അത്. റോഡ് ഫുള്ള് ടാർ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. കിട്ടി പണി മക്കളെ. ഞാൻ എൻ്റെ മനസ്സിൽ ഇത് ഫുൾ ടാർ ചെയ്തിട്ടുണ്ടെന്നാ, ഫുൾ ടാർ ചെയ്തിട്ടില്ല. അതേ എവിടെയൊക്കെ നോക്കിയേ, പണ്ടത്തെ ചങ്ങരം തെങ്ങുമ്പോ തന്നെ ആ മൂട് തന്നെയാ, അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. ചെറിയൊരു പോർഷൻ ഉള്ളല്ലോ, വീണ്ടും റബ്ബറേഷനിലേക്ക് എത്തിയല്ലോ. അത് പിന്നെ ആ ഒരു ചെറിയ പോർഷൻ വേറെ പഞ്ചായത്താവും ഇനി. അല്ല പിന്നെ അല്ലേ, ഏതൊക്കെ എന്തായാലും നമുക്ക് ആനേനെയും ഒന്നും കാണാൻ പറ്റിയില്ല, ആനപ്പിണ്ടം മാത്രമേ കാണാൻ പറ്റുള്ളൂ ഗൈസ്. അല്ല, കാട് കഴിഞ്ഞിട്ടില്ല, നമുക്ക് നോക്കാം. ഇനിയും കണ്ടുകൂടാ എന്നൊന്നില്ല, എന്തായാലും നോക്കാം. അത് ഈ സംഭവം കാണണം എന്ന് വെച്ച് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. കാണണ്ട, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പേടിത്തൊണ്ടനോ അല്ലെങ്കിൽ പേടിയുള്ള ആരെങ്കിലും കൂടെ ഉണ്ട്, അയ്യോ നമുക്ക് ആനേനൊന്നും കാണണ്ട എന്നൊക്കെ പറയേണ്ടി വരില്ലേ? ആ സിറ്റുവേഷനിൽ ഒന്നും രണ്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതേപോലത്തെ സൈഡിൽ താഴത്തൊക്കെ ഇറങ്ങി നിൽക്കുന്ന കാണാം. അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ ആനേനെ കാണണം അതിനു വേണ്ടി വന്നാണല്ലോ, അല്ലെങ്കിൽ മീൻസ് നമ്മൾ അത്രയും നേരത്തെ അനിമൽസിനെ സ്പോട്ട് ചെയ്യാം എന്നുള്ള ഒരു മൈൻഡിൽ ഫസ്റ്റ് വണ്ടിയായിട്ട് നമ്മൾ കയറി പോകുന്നല്ലേ. അപ്പോൾ നമ്മുടെ ആവശ്യം അതാണല്ലോ, കാണുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കാണാൻ ചാൻസ് ഇല്ല, അതെനിക്ക് തോന്നണേ. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാൽ നമുക്ക് കിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ലൈക്ക് ദാറ്റ് ഗൈസ്. ആനവണ്ടി ഗൈസ്, ആനവണ്ടി. കൊറേ പിണ്ടല്ലോ, പിണ്ടം പിണ്ടേഷ്. തൃശ്ശൂർ ഏത് സാധനം അല്ലേ? പൊളി സാധനം, ഇഷ്ടം പൊളി സാധനം. മായിരം പേടിപ്പിച്ചില്ല അവൻ്റെ ഫോണും വെച്ച്. എവിടെ ആനോ 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 കൊറേ ഉണ്ടല്ലോടാ വീഡിയോ എടുത്ത ഫോണില്. മക്കളെ കിട്ടി മോനെ. ഞാനും വിചാരിച്ചേ ഒരു ആനക്ക് ഇത്ര അധികം അപ്പിടാൻ പറ്റുമോ? ഒരു ഫാമിലി നിറച്ച് റോട്ടിൽ നിന്ന് അപ്പിട്ട് വന്നേക്കോ പണ്ടാറകള്. ഞാനും വിചാരിച്ചേ 1 2 3 4 5 ആനകളുണ്ട് കാഴ്ച. ഞാനും വിചാരിച്ചു ആ റോഡ് വീണ പിണ്ടേഷ് ആ മൂടേ. ഞാനും വിചാരിച്ചു ഇത്ര അധികം ഒരാന എങ്ങനെ ഇടണു? അത് ദഹിക്കണ്ടപ്പത്. നല്ല ഷോട്ട് എടുക്കാൻ പറ്റുമോ? അച്ഛൻ യൂട്യൂബിൽ സെറ്റപ്പ് ഇട്ട വീഡിയോ. നമ്മളവിടെ നിന്ന് ആനനെ കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ആന ആ ഭാഗത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്നല്ല കേട്ടോ, നമ്മളിങ്ങനെ റോഡ് ഇങ്ങനെ വളഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നമ്മളും അങ്ങടെ
നമ്മളിത് നമ്മളുടെ ഫോറസ്റ്റ് വൈബുകളെല്ലാം കഴിഞ്ഞ് ഓൾമോസ്റ്റ് വാൽപ്പാറ എത്താറായിരിക്കുകയാണ് ഗൈസ്. ദേവദൂതർ പാടി റോഡൊക്കെ അടിപൊളിയാക്കി കിട്ടാം. അതൊക്കെ പണ്ട് ഇവിടെ വന്നവർക്ക് അറിയാം. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ഇപ്പൊ പക്ഷെ അടിപൊളിയാണ് ഗൈസ്. നമുക്ക് ഈ റൂട്ട് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്ത് വരാൻ പറ്റും. ഇപ്പോൾ മുന്നേ നമുക്ക് അതൊന്നും പറ്റില്ലായിരുന്നു. നമുക്ക് കാട്ടിലേക്ക് നോക്കാൻ പോയിട്ട് നമുക്ക് നോക്കി എവിടെയും നോക്കാൻ പറ്റില്ല. ആണോ? ഓക്കെ, ശരി, താങ്ക് യു. അപ്പോൾ ഇവിടെ അല്ല നമ്മൾ ആ റെസിപ്റ്റ് കാണിക്കേണ്ടത്. ഞാൻ വിചാരിച്ചു ഇവിടെയാണെന്ന്. നമ്മൾ പൊള്ളാച്ചിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നിർത്തേണ്ട ഒരു ആവശ്യമുണ്ടായി. 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് എത്തും ഗൈസ്. അവിടെ നമ്മളുടെ റെസിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാൽപ്പാറയിലോട്ട് എൻട്രി ചെയ്യാം. ആക്ച്വലി ഇത് വാൽപ്പാറയുടെ ഭാഗങ്ങളൊക്കെ തന്നെ, പക്ഷെ എന്നാലും പ്രോപ്പറായിട്ടുള്ള ഭാഗത്തോട്ട് എൻട്രി ചെയ്യാം. ആ ഡാമൊക്കെ കഴിയണം. ഒരു ഡാമുണ്ട്, ഷോളയാറല്ല, ഷോളയാറാണോ എനിക്ക് കറക്റ്റ് അറിയില്ല. ഒരു ഡാമുണ്ട്. ആ ഡാമൊക്കെ കഴിഞ്ഞിട്ടാണ് ആക്ച്വലി സിറ്റിയിലോട്ട് കിടക്കാൻ പറ്റുള്ളൂ. സിറ്റി അല്ല, ടൗണിലോട്ട് കിടക്കാൻ പറ്റുള്ളൂ. ബോഗെയിൻ വില്ല അടിപൊളിയാണല്ലോ. കാട്ടിലുള്ള ബോഗെയിൻ വില്ല ഒരു വെറൈറ്റി കളറാണ്. ഭയങ്കര തിക്കായിട്ടുള്ള പൂക്കളും. വന്നു മക്കളെ തേയിലകള്. സാധനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര രസമാണ്. അതും പെട്ട പച്ചപ്പ് കളറ് നോക്കി നിങ്ങള്. ഏതാ മൂട് നിർത്തിയിട്ട് 5 മിനിറ്റ് ഒന്ന് ആസ്വദിച്ചിട്ട് പോവാം. ഇത്ര നേരം തിക്ക് ഫോറസ്റ്റ് ഇവിടെ വന്നപ്പോഴേ പിന്നെ പെട്ടെന്ന് ഭയങ്കര വെളിച്ചവും ആ പച്ച കളറും എല്ലാം കൂടെ കണ്ടപ്പോ ഒരു എന്താ പറയാ, ഒരു ആഹ്ലാദം ഗൈസ്. അല്ലേ, സന്തോഷം അല്ലേ? ഇത്ര നേരം ആ കാട്ടിക്കൂടെ വന്നിട്ട് പച്ചപ്പ് അങ്ങോട്ട് കണ്ടപ്പോ ഒരു രസല്ലേ, ഒരു പ്രത്യേക ഫീല്. എനിക്കാണെങ്കിൽ തേയില ഭയങ്കര ഇഷ്ടമാണ്. തേയില കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ഒരു എനർജിയാണ്. നമ്മളിത് ആ വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങിട്ടാ, തേയില വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കണം. റൂം സെറ്റ് ചെയ്തിട്ടില്ല, റൂമൊന്ന് സെറ്റ് ചെയ്യണം. എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അയ്യോ, ഏത് രസമില്ലേ കാണാൻ. മനസ്സിനൊരു കുളിർമ തന്നെയാണ് ഈ തേയില. അയ്യോ നോക്കിയേ, ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ തേയിലയുടെ ബ്യൂട്ടിയാണ് ഗൈസ്. ബ്യൂട്ടി ഏത് രസം, സോമരസം. എൻ്റെ മോനെ ഏതാ വ്യൂല്ലേ. സീൻ തന്നെ എന്ന് പറഞ്ഞാൽ സീൻ തന്നെ. ആ റോഡ് കിടക്കണം നോക്കിങ്ങനെ. നല്ല ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ കിഡിലും ഷോട്ട് ഇങ്ങനെ ഒപ്പെടുത്തു പോവാല്ലേ. നമ്മുടെ കയ്യിൽ ഡ്രോൺ ഇല്ല ഗൈസ്. ഇവിടെ താമസിക്കണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര രസമായിരിക്കും. രസം മീൻസ് എന്താ പറയുക, ഒന്നുമില്ലെങ്കിൽ നമ്മൾ ശ്വസിക്കണ ഓക്സിജൻ ഭയങ്കര അതേ മൈലൊക്കെ ഫ്രണ്ടിൽ കൂടെ മറന്നു പോണു. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ശ്വസിക്കണ ഓക്സിജൻ വളരെ പ്യുവറായിരിക്കും.
പിന്നെ അത് മാത്രമല്ല, നമ്മൾ രാവിലെ ഇങ്ങനെ ഉറക്കൊക്കെ ഒന്ന് എണീച്ച് ജനലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ കാണേണ്ട കാഴ്ചകൾ ഇതൊക്കെയല്ലേ ഗൈസ്. പോസിറ്റീവ് മോർണിംഗ് തന്നെ പോസിറ്റീവ്. ഈ പച്ചപ്പും ഈ തേയിലയും ചിരിക്കോടൊക്കെ ഇങ്ങനെ രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ കാണുമ്പോണ്ടല്ലോ ആ ഡേ നമ്മുടെ അങ്ങോട്ട് അടിപൊളിയായിരിക്കും. ഫീൽ ലൈക്ക് നമ്മുടെ മനസ്സിനൊരു ഉന്മേഷമായിരിക്കും അല്ലേ? എനിക്കൊക്കെ അങ്ങനെ ഉണ്ടാവോ. അന്നു നിന്റെ പാട്ടു തേടി തമിഴ്നാട് ചെക്ക് പോസ്റ്റ്. ഈ മോളിക്ക് പോണ വഴി എങ്ങനെയാണാവോ? അണ്ണാ இந்த ரோடு எங்க போற? രണ്ട് വാൽപ്പാറ പോകുമാ? അപ്പൊ ഇത് വഴി இந்த വഴി എപ്പടി ഡിസ്റ്റൻസ് കൂടുതലാ? എവ്വളോ ഇത് ഡിസ്റ്റൻസ് കൂടുതൽ? അപ്പടിയാ. ഇത് എവ്വളോ കിലോമീറ്റർ? ഇത് എവ്വളോ എവ്വളോ 25 ഇത് അല്ലേ? ആ വഴി പോവാം. താങ്ക് യു അണ്ണാ. ആ വഴി പോവാം. ഞാനെപ്പോഴും ഈ വഴി വന്നിട്ടുള്ള കാര്യം, ഈ വഴി വന്നിട്ടുള്ളൂ. നമുക്ക് എന്തായാലും ഈ വഴി പോയേക്കാം. ഒരു ചെറിയ വീല്. ഞാൻ ഈ വഴി വാൽപ്പാറ പോയിട്ടില്ല. ഈ വഴി ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകണത് കേട്ടോ. ഞാൻ അവിടെ എത്തിയപ്പോൾ ഒരു കൗതുകം കൊണ്ട് ചോദിച്ചതാ, ഈ വഴി എങ്ങനെ പോകണം ചേട്ടാ? ഈ ബസ് ഞാൻ കണ്ടിട്ടുണ്ട്, വാൽപ്പാറ ബസ്. ഈ ബസ് മാത്രമാണ് ഇപ്പം നിലവിൽ കളർ കോഡിൽ ഓടണുള്ള കൈസ്. വേറെ ഒറ്റ ബസ്സും കളർ കോഡിൽ ഓടുന്നില്ല. കിട്ടി മോനെ പവർ വീല്. അയ്യോ തേയില നോക്കിയേ ഈ വഴി. ഞാൻ ഒമ്പോ കൊള്ളാലേ. വണ്ടിറക്കാനാ എന്താ പറഞ്ഞത്? ഇറക്കാനൊക്കെ പറ്റും, റിസ്ക് അത് വേണ്ട ചിലപ്പോ. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കേ അവിടെ. ട്രസ് പാസിങ് എന്താ പറയാ, ട്രസ് പാസിങ് പാടില്ല എന്ന് എഴുതി വെച്ചിട്ടൊന്നുമില്ല. അത് കൂടെ ഇറക്കടാ. ചെക്ക് ഇറക്കിട്ടാ പണി പാളുണ്ടോ? അയ്യോ പണി പാളൊന്നും അറിയില്ല. ചെക്ക വണ്ടി ഇറക്കിയിട്ടുണ്ട്, അവൻ്റെ പിന്നാലെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഇനി വേറെ റോളില്ല. അയ്യോ കിട്ടി മക്കളെ പണി. ചളി ഭാഗ്യം മോനെ. പെട്ടു. വേഗം തിരിച്ചൊരു പൂശ അങ്ങോട്ട് പൂശോ. പെട്ടു. ഒരാള് പെട്ടപ്പോ ഞാൻ മറ്റേ ചിരിച്ചിരിക്കല്ല കേട്ടാ. എന്തായാലും ഒരു ഫണ്ണല്ലേ ഇതൊക്കെ ഗൈസ്. അയ്യോ വിട്ടു. ഒരാള് ചതിയിൽ വെട്ടപ്പോ കൊല ചിരിച്ചിരിച്ചല്ലാട്ടോ. അതാ ഞാൻ അപ്പം തന്നെ തിരിച്ച്. മെല്ലെ മെല്ലെ തിരിച്ചേ, മെല്ലെ മെല്ലെ റോഡ് കൊടുക്കും. ഞാൻ ഒറ്റെടുക്കലെടുത്ത് നോക്കിക്കേ. തീർച്ചിട്ടില്ലേ വണ്ടി ഇറക്കില്ല ഭരത. കിട്ടി
ഫുള്ള് സീനാ. ഓഫ് റോഡ് ടയറല്ല, അതൊരു പ്രശ്നം. എന്റെ വണ്ടി പിടിക്കണ്ടേ, ഇത് പിടിക്കണില്ല. ബാക്ക് ടയർ ഈ പറഞ്ഞ പോലെയാ. ഷൂവിന്റെ ഷൂ ഒന്ന് വണ്ടി വിടുതാ. നല്ല കൈ ഷൂ നോക്കി പൂപ്പ് കളി ഗൈസ്, പൂപ്പ് കളി. നമ്മൾ ദൗത്യം വിജയീകരിച്ചിരിക്കുന്നു. സാധനം നമ്മൾ കയറ്റി ഗൈസ്. ഷൂ ഒക്കെ നോക്കി പുതിയ ഡിസൈനായി പോയി. ഏതാ സാധനം അല്ലേ? വണ്ടിയുടെ വീല് നോക്കിയേ, ചേറോ ചേറ് എല്ലാം പൈസന്റെ അപ്പിയാ. ബ്രോ, ഓഫ് റോഡ് പോകാൻ പറ്റിയ വല്ല സ്പോട്ട് ഉണ്ടോ ചെറുതായിട്ടൊക്കെ? പ്രശ്നാവൂലേ? ഇവിടേക്കൊന്നും ബൈക്കായിട്ട് പോകാൻ പാടില്ലല്ലോ. അവര് പ്രശ്നമാക്കിയിടും അല്ലേ? ഓക്കെ, താങ്ക് യു ബ്രോ. നോക്കാൻ ഉണ്ടാവും, കോശി ബ്രോനൊക്കെ വിളിച്ചു നോക്കാം, സ്ഥലം കിട്ടും. അമ്മയാ പോയി. അവിടെ പെട്ടു, പണിയാ പാളി. ഷൂവിന്റെ പോയി നോക്കിയ രണ്ട് കാലും പുതിയ ഡിസൈനാന്ന് വിചാരിക്കും ആൾക്കാര്. രണ്ട് കാലിലും പക്ഷെ സെയിം ഡിസൈൻസ് അല്ല. അത് കാലൊക്കെ നനഞ്ഞിട്ട് ചളി വെള്ളം ഒന്ന് കഴുകണം. നമ്മളപ്പോ വാൽപ്പാറ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഗോപ്രോ 5 ഗൈസ്. ഗോപ്രോയുടെ 2 ബാറ്ററിയും ഡെഡായി പോയി. ഇല്ലെങ്കിൽ ഞങ്ങളൊരു എസ്റ്റേറ്റിൽ ഒരു ഓഫ് റോഡൊക്കെ പോയിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ വാൽപ്പാറ ടൗണിലെത്താറായി. ആ കാണാനാണ് വാൽപ്പാറ ടൗൺ. ഞങ്ങൾ വേറൊരു റൂട്ട് വഴി കൂടിയാണ് വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം. ബാക്കി വീഡിയോയും കാര്യങ്ങളെല്ലാം വഴിയേ വരും. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇത് അച്ചു, എൻ്റെ അനിയനാണ്. ഇത് നമ്മുടെ കസിനാണ് കിരൺ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അങ്ങനെ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അതുവരേക്കും ബൈ ബൈ.